നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ സെലിബ്രിറ്റി ദമ്പതികളാണ് ജീവയും അപർണ തോമസും. സരിഗമപ കേരളം എന്ന സംഗീത റിയാലിറ്റി ഷോയിലൂടെയാണ് ജീവ കൂടുതൽ സുപരിചിതനാകുന്നത്. തനത് അവതരണ ശൈലി കൊണ്ടും ഫ്ലോറിൽ ജീവ പരത്തുന്ന പോസിറ്റിവിറ്റിയും തമാശയും കൊണ്ടുമൊക്കെയാണ് അവതാരകനെന്ന നിലയിൽ ജീവ ശ്രദ്ധ നേടിയത്. സൂര്യ മ്യൂസിക് എന്ന സംഗീത ചാനലിലെ ലൈവ് ഷോ അവതാരകനായിട്ടായിരുന്നു ജീവയുടെ തുടക്കം. അഭിനയത്തിലും കഴിവ് തെളിയിച്ച അപർണ എയർ ഹോസ്റ്റസ് ആണ്. ഇപ്പോഴിതാ ആരാധകരെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. സമീപകാലത്തായി ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോകളോ വീഡിയോകളോ ഒന്നും സോഷ്യൽ മീഡിയയിൽ കാണാറില്ല. ഇതോടെ ജീവയും അപർണയും വിവാഹബന്ധം വേർപ്പെടുത്തിയെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവമായി. ഇതേക്കുറിച്ച് ജീവയോ അപർണയോ ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോൾ ജീവ തന്നെയാണ് തങ്ങൾ വേർപിരിയുന്നു എന്ന വാർത്ത പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് ജീവ വൈകാരികമായ കുറിപ്പിലൂടെ വേർപിരിയൽ വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപർണയുടെ 32ാം പിറന്നാൾ ദിനത്തിൽ പങ്കുവച്ച കുറിപ്പും അതിന് താഴെ വിവാഹ വാർഷികത്തെക്കുറിച്ചുള്ള ആരാധകന്റെ ചോദ്യത്തിന് അപർണ നൽകിയ അതൊക്കെ പണ്ട് എന്ന മറുപടിയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് 11 വർഷം നീണ്ട ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് വ്യക്തമാക്കി ജീവ രംഗത്തെത്തിയത്. എല്ലാവർക്കും നമസ്കാരം. ഇത് പങ്കുവയ്ക്കുക എന്നത് എന്നെ സംബന്ധിച്ച് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും നിങ്ങളോട് നേരിട്ട് തന്നെ പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം എന്റെ കരിയറിലും സന്തോഷങ്ങളിലും വിഷമഘട്ടങ്ങളിലുമെല്ലാം ഈ യാത്രയിലുടനീളം നിങ്ങളിൽ പലരും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ദമ്പതികൾ എന്ന നിലയിൽ നിങ്ങളിൽ പലരും ഞങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാൽ ഇനി മുതൽ അത് ഞങ്ങൾ അല്ല, ജീവ എന്നും അപർണ എന്നും മാത്രമാണ്. 11 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഞങ്ങൾ വേർപിരിയുകയാണ്. എവിടെയോ എന്തോ തെറ്റിപ്പോയി. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഇരുവർക്കും വ്യത്യസ്ത വഴികളിലൂടെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇതിന് പിന്നിലെ കാരണം പൂർണ്ണമായും വ്യക്തിപരമാണ്. ഞങ്ങൾ ഇതിനെ എത്രത്തോളം പക്വതയോടെയാണോ സമീപിച്ചത് അതുപോലെ നിങ്ങളും ഇതിനെ ഉൾക്കൊള്ളുമെന്ന് കരുതുന്നു. ഇത് വളരെ വ്യക്തിപരമായ ഒരു തീരുമാനമാണ്. ഇത് ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും അപേക്ഷിക്കുന്നു. പറയാറുള്ളതുപോലെ സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി എന്നായിരുന്നു ജീവ കുറിച്ചത്. അപർണ തോമസിന്റെ പിറന്നാൾ ഹോസ്റ്റിനിടയിൽ വന്ന ചില കമന്റുകളും അതിന് താരം നൽകിയ മറുപടിയുമാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ഹലോ 32 പാഠങ്ങളുടെയും വളർച്ചയുടെയും കരുത്തിന്റെയും ഒരു വർഷം. എന്നെ തന്നെ വിശ്വസിക്കാനും എന്റെ ഊർജം കാത്തുസൂക്ഷിക്കാനും തുടർന്നും മുന്നോട്ട് പോകാനും ഞാൻ പഠിച്ചു. ഇനി മുന്നോട്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക്, അതും തികച്ചും ഒറ്റയ്ക്ക് എന്നായിരുന്നു അപർണയുടെ പിറന്നാൾ കുറിപ്പ്. നാളെ നിങ്ങളുടെ വിവാഹ വാർഷികമല്ലേ എന്ന് ഒരാൾ ചിത്രത്തിന് താഴെ കമന്റ് ചെയ്തു. ഈ ചോദ്യത്തിന് അതൊക്കെ പണ്ടെന്നാണ് അപർണ ഉത്തരം നൽകിയത്. ഈ ഒറ്റ മറുപടിയാണ് വേർപിരിയൽ വാർത്തകളെ ശരിവയ്ക്കുന്ന രീതിയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. താരദമ്പതികൾ തമ്മിൽ അകൽച്ചയിലാണ് എന്ന സൂചന ലഭിച്ചതോടെ നിരവധി പേർ നിരാശയും സങ്കടവും പങ്കുവച്ച് രംഗത്തെത്തി. ഇരുവരുടെയും വേർപിരിയൽ വാർത്തകൾ വിശ്വസിക്കാൻ കഴിയാത്ത ആരാധകർ കമന്റ് ബോക്സിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിൽ ശ്രദ്ധേയമായ ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു: ഇത് കേൾക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്. നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം സംസാരിച്ചു തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളുവെങ്കിൽ ദയവായി അത് സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുക. വേർപിരിയാതിരിക്കാൻ നോക്കുക. ഒപ്പം എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. അപർണയും ഭർത്താവായ ജീവയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും ഇവർ പിരിഞ്ഞാണ് കഴിയുന്നത് എന്നും നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിനെ ശരിവയ്ക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ അപർണയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇരുവർക്കുമിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. 2015 ഓഗസ്റ്റ് 24-നായിരുന്നു ഇവരുടെ വിവാഹം. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെയായി സാന്നിധ്യം അറിയിച്ചവരാണ് സെലിബ്രിറ്റി കപ്പിൾസ് ആയ ജീവയും അപർണയും. ക്യാബിൻ ക്രൂ ജോലി നിർത്തി നാട്ടിലെത്തിയ അപർണ യൂട്യൂബ് പ്രൊമോഷനും മോഡലിംഗും എല്ലാമായി സജീവമാണ്. മലയാള ടെലിവിഷനിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു അവതാരകനാണ് ജീവ. ഇടയ്ക്കൊക്കെ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്ത് സിനിമയിലും സജീവമാണ്. ജീവയുടെ 25ാം വയസ്സിലും അപർണയുടെ 22ാം വയസ്സിലുമായിരുന്നു വിവാഹം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.